നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. 2026 ഓഗസ്റ്റ് 25-26 പൊതുവെയുള്ള ഫലങ്ങളാണ്, ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്ന് വെളുപ്പിന് 3:06 AM മുതൽ അവിട്ടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് 1:35 PM വരെയുള്ള ഫലങ്ങളാണ് ഇത് പറയുന്നത്. നമുക്ക് അവിട്ടത്തിൻ്റെ അന്ന് ഞാൻ രാവിലെ അവിട്ടം, ചതയം ദിനങ്ങളുടെ ഫലങ്ങളും പറയാം. ഓക്കെ. ഭാഗ്യനിറം, ഓണത്തിന് ഇടുന്ന വസ്ത്രങ്ങളുടെ കളറ്, നിറം തീർച്ചയായിട്ടും ഭാഗ്യവർദ്ധനവിന് ബാധിക്കും. അപ്പോൾ 25-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്രാടത്തിൻ്റെ അന്ന് ഭാഗ്യമുണ്ടാവും. ഓക്കെ. ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഭാഗ്യം കൂടുതൽ കിട്ടുക. തിരുവോണത്തിന് ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇളം പച്ച അല്ലെങ്കിൽ പച്ച ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇളം നിറങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ബ്രഹ്മമുഹൂർത്തം. ഓക്കെ. 25-26 തീയതികളിൽ രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 25-26 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 25-ാം തീയതി ഉച്ചയ്ക്ക് 11:59 AM മുതൽ 12:48 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഉത്രാടത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ ദിവസം അഭിജിത്ത് മുഹൂർത്തം ഇല്ല. ആ സമയത്ത് രാഹുകാലമാണ്. എല്ലാവരും തിരുവോണത്തിൻ്റെ ഈ സദ്യ വിളമ്പുന്നത് 26-ാം തീയതി ഉച്ചയ്ക്ക് 12:24 PM മുതൽ 1:55 PM വരെയാണ് 26-ാം തീയതി രാഹുകാലം. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് സദ്യ വിളമ്പുന്നത് കഴിവതും ഒന്നുകിൽ 12:20 മുൻപായിട്ട് അല്ലെങ്കിൽ 1:55 PM ശേഷം. ഏകദേശം കൃത്യ ടൈം പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12:19 PM മുമ്പായിട്ട് സദ്യ വിളമ്പുക, കഴിച്ചു തുടങ്ങുക. 2 മണിക്ക് ശേഷം കഴിച്ചു തുടങ്ങുക. അങ്ങനെ 2 ടൈമാണ് ഞാൻ പറയുന്നത്. ഉചിതമായിട്ടുള്ളത് തീർച്ചയായിട്ടും 2 മണിക്ക് ശേഷം സദ്യ വിളമ്പുന്നതാണ് ഉചിതം. കാരണം ആ സമയത്ത് നമുക്ക് മറ്റേ 12:19 സദ്യ വിളമ്പിയാൽ, അതിന് മുമ്പ് വിളമ്പിയാലുള്ള കുഴപ്പം നമ്മൾ കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ രാഹുകാലം വരും. ഓക്കെ. അപ്പോൾ ഏറ്റവും സേഫ് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സദ്യ വിളമ്പുന്നതാണ് നല്ലത്. പിന്നെ പെട്ടെന്ന് കൂടുതൽ വിശപ്പുള്ള എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ 12:19 മുമ്പ് വിളമ്പി കഴിക്കുന്നതാണ് നല്ലത്. എന്തായാലും രാഹുകാലം ശരിക്കും പറഞ്ഞാൽ യാത്രയ്ക്ക് ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ പ്രധാനമായിട്ടും. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. 25-ാം തീയതി രാഹുകാലം വൈകിട്ട് 3:27 PM മുതൽ 4:59 PM വരെയാണ് രാഹുകാലം 25-ാം തീയതി. ഓക്കെ. പിന്നെ ഭാഗ്യ നമ്പറുകൾ, ഈ ഉത്രാടത്തിനും തിരുവോണത്തിനും ഭാഗ്യക്കുറി എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മൾ ഭാഗ്യ നമ്പറുകൾ പറയുന്നത് കാര്യം ഷെയർ മാർക്കറ്റൊക്കെ അന്ന് കാണും. ഓക്കെ. തിരുവോണവും മറ്റെന്താ പറയുക, ഉത്രാടത്തിനൊന്നും ഷെയർ മാർക്കറ്റ് അവധി കാണത്തില്ല. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഭാഗ്യ നമ്പറുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 25/8/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 2, 8, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 26/8/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 6, 2, 0, 7 ഇവയും ഭാഗ്യസംഖ്യകളാണ്. പിന്നെ 26-ാം തീയതി എന്ന് പറയുമ്പോൾ 8 ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ ഈ 8 വരുന്ന ദിവസം പൊതുവേ 8ൻ്റെ പണി കിട്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് പറയുന്ന കണക്ക് അന്ന് അഭിജിത്ത് മുഹൂർത്തവും ഇല്ല. അത് മാത്രമല്ല 8 അന്ന് ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ പൊതുവേ
8 വരുന്ന ദിവസമെല്ലാം പൊതുവെ ഒരു ഉച്ചയ്ക്ക് 2 മണി വരെയെങ്കിലും പൊതുവെ അലങ്കോലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ അത്ര നല്ല ദിവസമൊന്നും അല്ല നമുക്ക് തിരുവോണം വരുന്നത്. എങ്കിലും 8-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ തിരിച്ചാവും. അത്യധികം ഘനഗംഭീരമായിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. ചന്ദ്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗജകേസരി യോഗത്തിൻ്റെ ഗുണങ്ങൾ 12 രാശിക്കാർക്കും കിട്ടും. പൊതുവേ ഇവിടെ നമ്മൾ കണക്കാക്കി വെക്കുന്ന 8 രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, 2 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം, പിന്നെ 2 രാശിക്കാർക്ക് ഇച്ചിരി പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഓക്കെ, അങ്ങനെയുള്ളവർ, മോശപ്പെട്ട ഫലങ്ങളുള്ളവർ തീർച്ചയായിട്ടും മന്ത്രജപങ്ങളിലൂടെ, ക്ഷേത്രദർശനങ്ങളിലൂടെ, അതുപോലെ തന്നെ ദാനധർമാദികളിലൂടെ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയൊക്കെ അനുഷ്ഠിച്ചാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷഫലങ്ങൾ കുറയുക മാത്രമല്ല സമ്പൂർണ്ണമായിട്ടും മാറി ഈശ്വരൻ്റെ കൂടെ നിന്നാൽ, ഈശ്വരനെ കൈപിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് തടസ്സവും നമ്മൾക്ക് വഴിമാറി തരും. നമ്മുടെ യാത്രയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും വഴിമാറി തരും നമ്മൾ ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ. ഓക്കെ, അപ്പോൾ ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് പ്രതികൂലം. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കും. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ബുധൻ, ശുക്രൻ, ശനി ഇവ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ വിജയകരമായ അനുഭവങ്ങളായിരിക്കും പൊതുവെ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം ഇവർക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ, ചൊവ്വ, ശനി പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ഓക്കെ, ഓണമായിട്ട് മരക്കറിയൊക്കെ അരിയുമ്പോൾ കൈ മുറിയാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീ കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വീഴ്ചകൾ ശ്രമിക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. എങ്കിലും പൊതുവെ ഇവർക്ക് മിഥുനം രാശിക്കാർക്ക് ഗുണാധിക്യമാണ്. 2ാം ഭാവത്തിൽ വ്യാഴം, പിന്നെ സൂര്യൻ, ശിഖി, സർപ്പം, ശുക്രൻ ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്ര ആദ്യപാദം. ചിങ്ങരാശിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ്. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ക്ഷേത്ര ദർശനവും മന്ത്രജപങ്ങളും മുടക്കരുത്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്,
വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എങ്കിലും ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, ചൊവ്വ ഇവ അനുകൂലമാണ്. എങ്കിലും അതിൻ്റെ ഒന്നും നേട്ടങ്ങൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും മന്ത്രജപങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ചിങ്ങൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. കന്നി രാശി ഉത്തരം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം, കന്യരാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും സൂര്യൻ, ബുധൻ, ശനി ഇവ പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും, പൊതുരംഗത്ത് ശോഭിക്കും. കന്യരാശിക്ക് ഗുണാധിക്യമാണ്. ഇനി തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതികൂലമായിട്ട്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാകും. ഭൗതിക സുഖങ്ങൾ, സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. വിജയസാധ്യത എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട, ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, പിതൃഗുണം, സന്താന നേട്ടം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി, ചൊവ്വ, വ്യാഴം പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന്, അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പൊതുരംഗത്ത് ശോഭിക്കും. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാകും. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്രതമെടുത്ത്. ഓക്കെ, ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി, ചൊവ്വ, സർപ്പം ഇവ പ്രതികൂലമാണ്. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും.
പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, തൊഴിൽ വിജയം, അതുപോലെ തന്നെ സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ട്. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. മീനൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നമസ്കാരം, ശുഭദിനം.